നമസ്കാരം. വടകരയിൽ പി ജയരാജൻ CPM സ്ഥാനാർത്ഥിയാകും. കോഴിക്കോട് A. പ്രദീപ് കുമാറും ആലപ്പുഴയിൽ AM ആരിഫും പത്തനംതിട്ടയിൽ വീണ ജോർജും മത്സരിക്കും. കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ സമവായമായില്ല. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിട്ടു. എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളുടെ കാര്യത്തിലും അന്തിമ തീരുമാനമായിട്ടില്ല. ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയിൽ ഇന്നസെന്റിനെതിരെയും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയിൽ KP സതീഷ് ചന്ദ്രനെതിരെയും വിയോജിപ്പുയർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. മറ്റ് പ്രതിനിധികൾ കൂടെയുണ്ട്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, കൊച്ചിയിൽ നിന്ന് CN പ്രകാശ്, വടകരയിൽ നിന്ന് അശ്വിൻ വല്ലത്ത് എന്നിവരും ചേരും. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഏത് നിലക്കാണ് ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പേരുകളെല്ലാം അന്തിമമായി തീരുമാനത്തിലെത്തിക്കഴിഞ്ഞോ? സനീഷ്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗം ചേർന്നു. അവിടെ A. സമ്പത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. A. സമ്പത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിക്കും. കൊല്ലത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. അവിടെ KN ബാലഗോപാൽ തന്നെ സ്ഥാനാർത്ഥിയെ വരുമെന്ന ഉറപ്പാണ്. ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി നൽകിയ പട്ടികയിൽ കാര്യമായ മാറ്റം ഉണ്ടാകാനിടയില്ല. ചിലയിടത്ത് എതിർപ്പുകൾ വരുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഇതിനൊപ്പം തന്നെ നിൽക്കാനാണ് സാധ്യതയുള്ളത്. ചാലക്കുടി അടക്കമുള്ള സ്ഥലങ്ങളിൽ നേരത്തെ ഇന്നസെന്റിനെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അവിടെ ഇന്നസെന്റ് തന്നെ വരുമെന്ന ഉറപ്പാണ് ഇപ്പോഴും സംസ്ഥാന നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അത്തരമൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. കാര്യമായ എതിർപ്പില്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ അംഗീകരിച്ച് നാളെ ആരംഭിക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലേക്ക് എത്തും. അവിടെയാകും സ്ഥാനാർത്ഥികളുടെ അന്തിമ പ്രഖ്യാപനം. 3 MLA-മാർ മത്സരരംഗത്തുണ്ടാകുമെന്ന് CPM-ന്റെ 3 MLA-മാർ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. CPI-യുടെ 2 MLA-മാരും മത്സരരംഗത്തുണ്ട്. അങ്ങനെ 5 MLA-മാർ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടും. അത്രത്തോളം പ്രാധാന്യത്തോടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് 5 MLA-മാരെയും CPM-ന്റെ 2 സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളെയും അടക്കം രംഗത്തിറക്കാനുള്ള തീരുമാനം. നന്ദി അരുൺ വിവരങ്ങൾക്ക്. CN പ്രകാശ് കൊച്ചിയിൽ നിന്ന് ചേർന്നു. പ്രകാശ്, എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങൾ സംബന്ധിച്ച് CPM-ന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള വിവരങ്ങളിൽ നിന്ന് മാറാനിടയുണ്ടോ? സനീഷ്, ചാലക്കുടി മണ്ഡലത്തിലെ പാർലമെന്റ് കമ്മിറ്റി അംഗങ്ങളുടെ കമ്മിറ്റിയാണ് രാവിലെ അങ്കമാലി CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവും ജില്ലാ സെക്രട്ടറി CN മോഹൻ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം എന്ന നിലയിൽ ഇന്നസെന്റ് ഒരു തവണ കൂടി മത്സരിക്കണം എന്ന അഭിപ്രായം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതായി കമ്മിറ്റിയിൽ അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ കമ്മിറ്റി അംഗങ്ങളുടെ ഇടയിൽ നിന്നും ഇന്നസെന്റ് വീണ്ടും മത്സരിക്കുന്നതിനോട് ജയസാധ്യതയെ അടക്കം ബാധിക്കും. ഒപ്പം തന്നെ പാർട്ടിക്ക് വലിയ ഗുണകരമായ നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഇന്നസെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്നസെന്റ് പ്രവർത്തന ശൈലി അടക്കമുള്ള കാര്യങ്ങളോട് പാർലമെന്റ് കമ്മിറ്റിയിൽ ശക്തമായ വിമർശനം ഉയർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നസെന്റ് സ്ഥാനാർത്ഥം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പാർലമെന്റ് കമ്മിറ്റി അംഗീകരിച്ചതായി ഇതുവരെയും സൂചന ലഭിക്കുന്നില്ല. അങ്ങനെ വന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വീണ്ടും തീരുമാനം വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ ആലോചിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ പരിഗണിക്കുന്ന പേരുകൾ P. രാജീവ് എറണാകുളത്ത് മത്സരിച്ചില്ല എങ്കിൽ P. രാജീവ് അല്ലെങ്കിൽ മുൻ MLA സാജു പോൾ അടക്കമുള്ള ആളുകളുടെ പേര് പരിഗണന സാധ്യതാ പട്ടികയിലുണ്ട്. പക്ഷേ ഇന്നസെന്റിനെ തന്നെ മത്സരിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പാർലമെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത ശേഷം മാത്രമാണ് തീരുമാനമെടുക്കുക. എറണാകുളം പാർലമെന്റ് കമ്മിറ്റി ഉച്ചയ്ക്ക് ശേഷമാണ് ചേരുന്നത്. ലെൻ സെന്ററിലാണ് എറണാകുളം പാർലമെന്റ് കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നത്. P. രാജീവിന്റെ പേരിന് തന്നെയാണ് ഇവിടെ മുൻഗണന. കഴിഞ്ഞ തവണത്തെ പോലെ സ്വതന്ത്ര പരിവേഷമുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പാർട്ടിയിലെ ജില്ലാ ഘടകത്തിലുള്ള നേതാക്കൾ ശക്തമായി ഏതായാലും ഈ യോഗത്തിൽ അഭിപ്രായം ഉന്നയിക്കും. അതുകൊണ്ട് തന്നെ വടകരയിൽ നിന്ന് അശ്വിൻ വല്ലത്ത് കൂടെ നമ്മോടൊപ്പം ചേരുന്നു. അശ്വിൻ, അവിടെ P. ജയരാജന്റെ പേരിലേക്ക് കാര്യങ്ങൾ അന്തിമമായി ധാരണയാവുകയാണോ? നേരത്തെ പറഞ്ഞു കേട്ട പേരുകളൊന്നുമല്ല, P. ജയരാജൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിൽ അവിടെയുള്ള ധാരണ അങ്ങനെയാണോ? സനീഷ്, വടകര മണ്ഡലത്തിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായിരുന്ന ധാരണ ഇന്ന് രാവിലെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ മന്ത്രി TP രാമകൃഷ്ണനാണ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം വടകരയിലെയും അതേപോലെ തന്നെ തലശ്ശേരി ഭാഗങ്ങൾ ചേർന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. ഈ ഇരു ജില്ലകളിലെയും നേതാക്കന്മാർ ആരും മണ്ഡലം കമ്മിറ്റിയിൽ പങ്കെടുത്തവരാരും തന്നെ യാതൊരുവിധ എതിർപ്പും ഉയർത്തിയില്ല. നേരത്തെ അഡ്വക്കേറ്റ് P. സതീഷ്
ശ്രീദേവി, അതേപോലെ തന്നെ ശിവദാസൻ, SFI നേതാവായിരുന്ന ശിവദാസൻ, അതേപോലെ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PM മുഹമ്മദ് റിയാസ്, ഇങ്ങനെ 3 പേരുകൾ കൂടി ഈ പട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഈ പേരുകളെല്ലാം മാറി വടകര മണ്ഡലം 2 തവണ കൈവിട്ട വടകര മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇത്തവണ ഈ P ജയരാജൻ തന്നെ എത്തണം എന്നുള്ളൊരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതോടുകൂടി വടകരയിലെ മത്സരം ഏതായാലും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു കാര്യം ഉറപ്പായി. CBI കുറ്റപത്രത്തിൽ പേര് ചേർത്തോടുകൂടി തന്നെ P ജയരാജൻ്റെ പേര് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്ന പേര് പിന്നീട് ചർച്ചകളിൽ നിന്ന് ഇല്ലാതായിരുന്നു. പക്ഷേ ഈ പേരിന് തന്നെയാണ് പ്രഥമ പരിഗണന എന്ന് സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ഇന്ന് രാവിലെ ചേർന്ന പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ആ തീരുമാനത്തെ ഏകകണ്ഠമായി അംഗീകരിക്കുകയാണ് പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ കോഴിക്കോട് മണ്ഡലത്തിലും സമാനമായ സ്ഥിതി തന്നെയാണ്. ഏകകണ്ഠമായി തന്നെയാണ് തീരുമാനമുണ്ടായത്. പ്രദീപ് കുമാറിനെ തന്നെ പ്രദീപ് കുമാറിന് ഏകകണ്ഠമായി പിന്തുണച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം വരെ PM മുഹമ്മദ് റിയാസിൻ്റെ പേര് കോഴിക്കോട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചു. കോഴിക്കോട്ട് PK ശ്രീമതി തന്നെയായിരിക്കും മത്സരിക്കുക. അതോടൊപ്പം കാസർഗോഡ് മണ്ഡലത്തിൽ ചെറിയ ചില പ്രശ്നമുണ്ട്. KP സതീഷ് ചന്ദ്രൻ്റെ പേരായിരുന്നു പറഞ്ഞതെങ്കിലും ഇവിടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പേര് കൂടി ഒരു വിഭാഗം ഉയർത്തിയതിനെ തുടർന്ന് ഇത് കൂടുതൽ ചർച്ചകൾക്കായി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും CPMൻ്റെ. നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു P ജയരാജനാണ് വടകരയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾക്ക്. വടകര, കാസർഗോഡ്, കോഴിക്കോട് എന്നിവിടങ്ങളിലെ വിവരങ്ങളാണ് അശ്വിൻ നൽകിയത്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, സിന്ധുമോൾ ജേക്കബ് എന്നൊരു പേരായിരുന്നു കോട്ടയത്ത് CPM സ്ഥാനാർത്ഥിയായി കേട്ടിരുന്നത്. പക്ഷേ BN വാസവന്റെ പേര് കൂടെ ഉയർത്തപ്പെടുന്നു എന്ന വിവരങ്ങൾ കൂടെയുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത്? ആരിലേക്കായിരിക്കും എത്തുക? കോട്ടയത്തെ സംബന്ധിച്ച് VN വാസവൻ മത്സരിക്കണമെന്ന താല്പര്യമാണ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ചത്. പക്ഷേ വാസവൻ ഒരു താല്പര്യക്കുറവ് അറിയിച്ചു, ചില വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. മറ്റ് 2 കമ്മിറ്റികൾ നടന്നത് പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമാണ്. ആലപ്പുഴയിൽ ആരിഫ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കമ്മിറ്റി യോഗത്തിൽ യാതൊരു ഐകകണ്ഠമായ തീരുമാനമാണ് ആരൂർ MLA ആരിഫിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ വീണ ജോർജ്, ആറന്മുള MLA ആയ വീണ ജോർജ് വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് വീണ ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ 3 മണ്ഡലങ്ങളിൽ കോട്ടയത്ത് മാത്രമാണ് സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും കൈവരേണ്ടത്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ വാസവന്റെ പിൻവാങ്ങൽ അംഗീകരിച്ചുകൊണ്ട് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഇക്കാര്യത്തിലൊരു സംസ്ഥാന നേതൃത്വമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. സനീഷ്, നന്ദി ശ്രീജിത്ത്. വിവരങ്ങൾക്ക്. CPM സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ആലപ്പുഴയിൽ AM ആരിഫ്, പത്തനംതിട്ടയിൽ വീണ ജോർജ്, കോട്ടയത്ത് BN വാസവന്റെ കൂടെ പേര് ഉയർന്നു വരുന്നു എന്ന സാഹചര്യവുമുണ്ട്. വിവരങ്ങൾ നൽകിയത് BB അരുണും CN പ്രകാശും ശ്രീജിത്തും അശ്വിൻ വല്ലത്തും അടക്കമുള്ളവർ. മറ്റു വാർത്തകളിലേക്ക്. ഇടതുമുന്നണി ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. സീറ്റില്ല എന്ന് CPI ഇതര കക്ഷികളെ CPM അറിയിച്ചു. ജനതാദൾ എസിന് മാത്രമാണ് തീരുമാനത്തിൽ പ്രതിഷേധമുള്ളത്. വെള്ളിയാഴ്ച മുന്നണി യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എല്ലാ ഘടകകക്ഷികൾക്കും സീറ്റ് നൽകാനാകില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞു. 16 സീറ്റിൽ CPM-ഉം 4 CPI-യും മത്സരിക്കും. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച ശേഷമായിരുന്നു ഘടകകക്ഷികളുമായുള്ള ചർച്ച. മുന്നണിയിലെ പ്രബല പാർട്ടികൾ സീറ്റ് വീതം വച്ചതിനോട് കാനം രാജേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: സീറ്റ് ഉദാരമായി വിതരണം ചെയ്യാൻ ഞങ്ങൾ 10 പാർട്ടികളുണ്ട്, 20 സീറ്റുമുണ്ട്. ഈ 2 സീറ്റ് വിതരണം ചെയ്താൽ മതി. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ലോ. ലോക് താന്ത്രിക് ജനതാദളുമായി ഇന്നലെ CPM ചർച്ച നടത്തിയിരുന്നു. സീറ്റ് നൽകാനാകില്ലെന്ന് INL-നെയും CPM അറിയിച്ചു. മുന്നണി തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്ന് INL. ആ വിഷയത്തിൽ ഇപ്പോൾ അന്തിമമായി LDF യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ബാധകമാണ്. പത്തനംതിട്ട സീറ്റായിരുന്നു NCPയുടെ ആവശ്യം. മുഖ്യമന്ത്രിയും കോടിയേരിയുമായുള്ള ചർച്ചയിലും അവർ അക്കാര്യം പറഞ്ഞു. സീറ്റില്ലെങ്കിലും പ്രതിഷേധത്തിനില്ലെന്ന് NCP. സീറ്റ് ചോദിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയല്ല ഞങ്ങൾ ഉയർന്നത്, മുന്നണിയിലകത്തല്ലേ ശക്തമായ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിനും മോഹം പത്തനംതിട്ട സീറ്റിൽ. മുന്നണി മത്സരിക്കാൻ പറഞ്ഞാൽ തയ്യാറെന്ന നിലപാട് അവർ ചർച്ചയിലും ആവർത്തിച്ചു. ഞങ്ങൾ മത്സരിക്കുന്നത് ഗുണകരമാണ് എന്നുള്ള ഒരു നിലപാട് തീർച്ചയായിട്ടും LDF ചർച്ച ചെയ്തെടുത്താൽ ഇന്ന സീറ്റിൽ മത്സരിക്കണമെന്ന് ഞങ്ങളോട് അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുൻപാകെ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളത് സ്വീകരിക്കും. ജനതാദൾ എസ് സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സീറ്റ് നൽകില്ലെന്ന് മുന്നണി നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചാൽ എന്ത് വേണം എന്നാലോചിക്കാൻ വെള്ളിയാഴ്ച അവർ യോഗവും വിളിച്ചിട്ടുണ്ട്.
സൗഹൃദ മത്സരം ഉൾപ്പെടെയുള്ള കടുത്ത നടപടി വേണമെന്ന നിലപാടുള്ളവരും പാർട്ടിയിലുണ്ട്. എന്നാൽ ഇവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനും കൂടുതൽ സീറ്റില്ല. ലഭിക്കുന്ന ഏക സീറ്റിൽ മത്സരിക്കുമെന്ന് PJ ജോസഫ് നിലപാട് കടുപ്പിച്ചതോടെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിസന്ധി രൂക്ഷമായി. 2 സീറ്റ് എന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് തത്വത്തിൽ അംഗീകരിച്ചു. 2 സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വാദവും 3 സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിക്കില്ല. കേരള കോൺഗ്രസുമായുള്ള അന്തിമ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ടുവെച്ച ഈ നിർദ്ദേശം അംഗീകരിക്കാനാണ് കേരള കോൺഗ്രസിലെ ധാരണ. കോട്ടയത്ത് ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തർക്കം. ഏക സീറ്റിൽ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി സീറ്റ് നൽകിയാൽ എല്ലാം ഭംഗിയായിട്ട് തീരുന്ന സ്ഥിതിയാണല്ലോ. ജോസഫ് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴും പൊതുസമ്മതൻ എന്ന നിർദ്ദേശമാണ് മാണി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. 3ാം സീറ്റില്ലെന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും തീരുമാനം. 9 ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിന്റെ അംഗീകാരം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതുവരെ ചർച്ച തുടരും. UDF ആയിട്ട് തുടർന്ന് ഒന്നുകൂടി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതയുണ്ട്. ജോസഫ് മത്സരിച്ചാൽ കേരള കോൺഗ്രസ് എം വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങിയേക്കും. ഇത് ഒഴിവാക്കാനുള്ള ശ്രമം മറ്റന്നാൾ നടക്കുന്ന UDF യോഗത്തിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കർഷകർ എടുത്ത എല്ലാ വായ്പകളുടെയും ജപ്തി നടപടികൾ ഡിസംബർ 31 വരെ നിർത്തിവെക്കുമെന്ന് ബാങ്കുകളുടെ ഉറപ്പ്. കർഷകർക്ക് മേൽ സർഫാസി നിയമം ചുമത്തില്ല എന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബാങ്ക് പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. കർഷക ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾക്ക് ബാങ്കേഴ്സ് സമിതിയുടെ പൂർണ്ണ അംഗീകാരം. ജപ്തി നടപടികൾ ഡിസംബർ 31 വരെ പൂർണ്ണമായും നിർത്തിവെക്കും. കർഷകർക്ക് മേൽ സർഫാസി നിയമം ഉപയോഗിക്കില്ല. കൃഷി മാത്രം ഉപജീവനമാർഗമായുള്ള കർഷകരുടെ എല്ലാത്തരം വായ്പകളും മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്തി. കർഷകരുടെ കടത്തിന്റെ മുകളിൽ സഹകരണ സ്ഥാപനങ്ങൾ, KSFE, അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ അടക്കമുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കർഷകർക്ക് മേലുള്ള കാർഷിക ലോണുകൾക്കും കാർഷികേതര ലോണുകൾക്കും മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജപ്തി നടപടി അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാനാണ് ഇപ്പോൾ ഇന്ന് SLBCയിൽ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ജപ്തി നടപടികൾ ഒഴിവായെങ്കിലും പിഴപ്പലിശ അടക്കമുള്ള അധിക ബാധ്യത കർഷകർക്ക് പ്രതിസന്ധിയാകുന്നതായി പരാതിയുണ്ട്. മുതലും പലിശയും രണ്ടായി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളെ ഉണ്ടാകുകയുള്ളൂ എന്ന് ബാങ്കുകൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകി. ബാങ്കേഴ്സ് സമിതി സംസ്ഥാന തലത്തിലെടുത്ത തീരുമാനങ്ങൾ ജില്ലാ തലത്തിൽ നടപ്പിലാക്കുകയാണ് അടുത്ത വെല്ലുവിളി. ഇതിനായി കർഷകരുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ബാങ്ക് പ്രതിനിധികളുടെയും പ്രത്യേക യോഗം ജില്ലാ തലങ്ങളിൽ ചേരും. ആദ്യപടിയായി നാളെ ഇടുക്കിയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ജില്ലയിലെ കർഷക ആത്മഹത്യകൾ തടയാൻ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കട്ടപ്പനയിൽ ഉപവാസ സമരം തുടങ്ങി. വായ്പകളുടെ മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടിയത് കർഷകരെ കബളിപ്പിക്കാനാണ്. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വാർത്തകൾ തുടരുന്നു. റഫാൽ കേസിൽ പുതിയ രേഖകൾ പരിശോധിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ദി ഹിന്ദു എഡിറ്റർ N. റാം നൽകിയ കത്ത് പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസിനോട് പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതി ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ കേസിൽ സമർപ്പിച്ച രേഖകൾ മാത്രമേ പരിശോധിക്കൂ എന്നും കോടതി വ്യക്തമാക്കി. ശരിയായ രേഖകൾ പരിശോധിച്ചിരുന്നെങ്കിൽ കേസിലെ വിധി മറ്റൊന്നാകുമായിരുന്നുവെന്ന് പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അദ്ദേഹത്തിന്റെ വാദത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? കോടതി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്? സനീഷ്, റഫാൽ ഇടപാടിലെ സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് വാദം പുരോഗമിക്കുന്നത്. ഈ വാദത്തിന്റെ തുടക്കത്തിൽ തന്നെ പുതിയ നിരവധി രേഖകൾ വന്നിട്ടുണ്ട്. ദി ഹിന്ദു ദിനപത്രത്തിലെ റിപ്പോർട്ട് അടക്കമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രശാന്ത് ഭൂഷൺ N. റാമിന്റെ കത്ത് കോടതിക്ക് നൽകാൻ ശ്രമിച്ചത്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് പുനഃപരിശോധനാ ഹർജി ആയതുകൊണ്ട് തന്നെ പുതിയ രേഖകൾ പരിശോധിക്കാൻ കഴിയില്ല, നേരത്തെയുള്ള രേഖകളെ മാത്രം കേന്ദ്രീകരിച്ച് വാദിച്ചാൽ മതി എന്നുള്ളതാണ്. അതേസമയം കേന്ദ്ര സർക്കാർ വളരെ നിർണായകമായ ഒരു ആരോപണം ഈ കേസിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പറഞ്ഞത് N. റാമും ഒപ്പം പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ആധാരമാക്കുന്ന ഈ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ മോഷ്ടിച്ച രേഖകളെ ആസ്പദമാക്കിയാണ് വാദവും വാർത്തകളും ഒക്കെ വരുന്നത്. അത് കോടതി നടപടികളെ സ്വാധീനിക്കാനാണ്, അത് കോടതിയെ ലക്ഷ്യം തന്നെയാണ്. ഈ രേഖകൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്തുകയാണ്. 2 ദിനപത്രങ്ങൾക്കും ഒരു മുതിർന്ന അഭിഭാഷകനുമെതിരെ നടപടി ഉണ്ടാകും, ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്നാണ് അറ്റോർണി ജനറൽ അറിയിച്ചത്. മോഷ്ടിച്ച രേഖകളുടെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തുവെന്ന് വിശദീകരിക്കാൻ സുപ്രീം കോടതി അറ്റോർണി ജനറൽക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2 മണിക്ക് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. അതിനുശേഷമായിരിക്കും പുനഃപരിശോധനാ ഹർജികളിലെ നടപടികളിലേക്ക് കോടതി കടക്കുക. ശരി, നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്.
അയോധ്യ തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവിടാൻ ഒരുങ്ങി സുപ്രീം കോടതി. മധ്യസ്ഥ സംഘത്തിൽ ആരൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് ഇന്ന് വൈകിട്ട് വരെ സമയം നൽകിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചയെ മുസ്ലിം കക്ഷികൾ അനുകൂലിച്ചപ്പോൾ ഹിന്ദു കക്ഷികളും ഉത്തർപ്രദേശ് സർക്കാരും ശക്തമായി എതിർത്തു. അയോധ്യ തർക്കം മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാനാകൂ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ നിലപാട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി കോടതി 45 മിനിറ്റോളം കക്ഷികളുടെ വാദം കേട്ടു. രാമന്റെ ജന്മസ്ഥലത്തിൽ വിട്ടുവീഴ്ച സാധ്യമല്ല. മുസ്ലിങ്ങൾ തർക്കഭൂമിക്ക് പുറത്ത് പള്ളി പണിയുക എന്നത് മാത്രമാണ് പരിഹാരമാർഗമെന്ന് രാംലല്ല അറിയിച്ചു. ഉത്തരവിന് മുമ്പ് മധ്യസ്ഥതയെപ്പറ്റി പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകി ഉത്തരവിറക്കണമെന്നായിരുന്നു ഹിന്ദു മഹാസഭയുടെ ആവശ്യം. എന്നാൽ മധ്യസ്ഥതയെ അനുകൂലിച്ച മുസ്ലിം കക്ഷികൾ എല്ലാ കക്ഷികളുടെയും സമ്മതം ആവശ്യമില്ലെന്ന നിലപാടെടുത്തു. പൊതുജനങ്ങൾക്ക് നോട്ടീസ് നൽകാൻ വിസമ്മതിച്ച കോടതി മധ്യസ്ഥ ശ്രമം സംബന്ധിച്ച് ഉത്തരവിറക്കുമെന്നറിയിച്ചു. ബാബർ ചെയ്ത കാര്യങ്ങളിൽ കോടതിക്ക് നിയന്ത്രണമില്ല. ചരിത്രത്തെ ആർക്കും റദ്ദാക്കാൻ കഴിയില്ല. തർക്കം എങ്ങനെ പരിഹരിക്കാമെന്നത് മാത്രമാണ് കോടതിയുടെ ലക്ഷ്യമെന്നും ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു. എന്നാൽ മധ്യസ്ഥ ചർച്ച നല്ലതാണെന്ന് സമ്മതിച്ചെങ്കിലും അയോധ്യ കേസിൽ അതിന്റെ ഫലപ്രാപ്തിയെപ്പറ്റി അഞ്ചംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് സംശയമുന്നയിച്ചു. കേസിലെ രേഖകളുടെ ആധികാരികത പരിശോധിക്കുന്നതിനായി 6 ആഴ്ചത്തെ സാവകാശമാണ് കക്ഷികൾക്ക് കോടതി നൽകിയിട്ടുള്ളത്. മധ്യസ്ഥതയ്ക്കാണ് തീരുമാനമെങ്കിൽ ഇതിനിടയിലായിരിക്കും ആ നീക്കങ്ങൾ. ചർച്ചകളിൽ പുരോഗതിയില്ലെങ്കിൽ അന്തിമവാദം നിശ്ചയിച്ചതുപോലെ തന്നെ കേൾക്കും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ F-16 വിമാനം ഉപയോഗിച്ചത് പരിശോധിച്ചു വരികയാണെന്ന് അമേരിക്ക. പാകിസ്ഥാൻ F-16 ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ കൈമാറി. അതിർത്തിയിൽ ഇന്നും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. F-16 വിമാനത്തിൽ നിന്ന് തൊടുക്കാവുന്ന അംറാം മിസൈലിന്റെ തെളിവുകൾ അമേരിക്കയ്ക്ക് ഇന്ത്യ കൈമാറി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ ദേശീയ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനോട് കാര്യങ്ങൾ വിശദീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ US നിർമ്മിത F-16 വിമാനം ഉപയോഗിച്ചതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് റോബർട്ട് പല്ലാഡിനോ അറിയിച്ചു. ഇപ്പോഴൊന്നും ഉറപ്പിച്ചു പറയാനാകില്ലെന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂവെന്നും പല്ലാഡിനോ വ്യക്തമാക്കി. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് മാത്രമേ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാനാകൂവെന്നാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്ദവയെ പാകിസ്ഥാൻ നിരോധിച്ചിരുന്നു. മസൂദ് അസറിന്റെ സഹോദരനടക്കം 44 ഭീകരരെ കരുതൽ തടങ്കലിലാക്കാനും പാകിസ്ഥാൻ തയ്യാറായി. അതിനിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇന്നും പ്രകോപനം തുടർന്നു. ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ 3 തവണ പാകിസ്ഥാൻ വെടിവെച്ചു. രജൌരി ജില്ലയിലെ സുന്ദർബനി സെക്ടറിൽ പുലർച്ചെ 4:30 വരെ വെടിനിർത്തൽ കരാർലംഘനമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബലാക്കോട്ട് ഭീകരാക്രമണത്തിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ വാക്കുതർക്കം മുറുകുന്നു. തെളിവ് ചോദിക്കുന്നവരെ അടുത്ത തവണ ആക്രമിക്കാൻ പോകുമ്പോൾ യുദ്ധവിമാനത്തിന് താഴെ കെട്ടിവെക്കണമെന്ന് കേന്ദ്രമന്ത്രി VK സിംഗ് പറഞ്ഞു. പുൽവാമ ആക്രമണം അപകടമാണ് എന്ന് പറഞ്ഞതിന് തനിക്കെതിരെ കേസെടുക്കാൻ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വെല്ലുവിളിച്ചു. ബാലാക്കോട്ട് ആക്രമണത്തിൽ പ്രതിപക്ഷമുയർത്തിയ ചോദ്യങ്ങളോട് രൂക്ഷമായാണ് കേന്ദ്രമന്ത്രി VK സിംഗ് പ്രതികരിച്ചത്. അടുത്ത തവണ ഭീകരരെ ആക്രമിക്കാൻ പോകുമ്പോൾ വിമാനത്തിന് ചുവട്ടിൽ ഈ സംശയക്കാരെ കെട്ടിവെക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ ഇവർക്ക് എത്ര ഭീകരർ കൊല്ലപ്പെടുന്നുണ്ടെന്ന് കൃത്യമായി മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞു. जो ये प्रश्न उठाते हैं उनको भी हवाई जहाज के नीचे बांध के ले जाएं, जब बम चलें तो वहाँ से देख लें टारगेट, उसके बाद उनको वहीं पे उतार दें, उसके बाद वो गिन लें और वापस आ जाएं. ये मानसिकता समझ में नहीं आ रही. ഭീകരരെ കൊല്ലുന്നത് കൊതുകിനെ കൊല്ലുന്നതിന് തുല്യമാണെന്നും VK സിംഗ് ട്വീറ്റ് ചെയ്തു. വ്യോമാക്രമണത്തിൽ 250 തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്ന BJP അധ്യക്ഷൻ അമിത്ഷായുടെ അവകാശവാദത്തിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്ര രഹസ്യ സ്വഭാവമുള്ള വിവരം BJPക്ക് എങ്ങനെ ലഭിച്ചുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കൃത്യമായ കണക്ക് വേണ്ടവർ പാകിസ്ഥാനിൽ പോയി കണക്കെടുത്തു വരൂ എന്നാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി നൽകിയത്. അതിനിടെ പുൽവാമ ഭീകരാക്രമണം അപകടമാണെന്ന തന്റെ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കാൻ മോദി സർക്കാരിനെ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വെല്ലുവിളിച്ചു. ഇതേ പ്രസ്താവന നടത്തിയ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നോട്ടീസ് നൽകാതെ ഹർത്താൽ നടത്തിയ യൂത്ത് കോൺഗ്രസിനും കാസർഗോഡ് DCCക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നോട്ടീസ് നൽകുന്നത് അക്രമം നടത്താനുള്ള അനുമതി അല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഹർത്താലിനെ അംഗീകരിക്കുന്നില്ല എന്ന് കാണിച്ച് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സത്യവാങ്മൂലം നൽകി. കേരളത്തിൽ ഹർത്താൽ ബന്ദായി മാറുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു.
പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ പേരിൽ ഡീൻ കുര്യാക്കോസിനും കാസർഗോഡ് UDF ജില്ലാ നേതാക്കൾക്കുമെതിരെ എടുത്ത കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി പരാമർശം. ഹർത്താലിന് മുൻകൂർ നോട്ടീസ് നൽകണമെന്ന ഇടക്കാല ഉത്തരവിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും കേസിൽ കക്ഷിയായിരുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസും UDF കാസർഗോഡ് ജില്ലാ നേതാക്കളും കോടതി അറിയിച്ചു. സമാധാനപരമായ ഹർത്താലാണ് ആഹ്വാനം ചെയ്തതെന്നും അന്നുണ്ടായ അക്രമങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. എന്നാൽ ഉത്തരവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നത് ഹർത്താൽ ആഹ്വാനം ന്യായീകരിക്കാൻ മതിയായ കാരണമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേരളത്തിൽ ഹർത്താൽ അക്രമങ്ങൾ പതിവാവുകയാണ്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അധികാരമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഡീൻ കുര്യാക്കോസിന്റെയും UDF നേതാക്കളുടെയും വിശദീകരണത്തിന്മേൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. കേരളത്തിലെ ഹർത്താലുകൾ ബന്ദായി മാറുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഡീൻ കുര്യാക്കോസിനെയും UDF നേതാക്കളെയും ഒഴിവാക്കി. കേസിന് ഞാൻ കൺസേൺഡ് പാർട്ടിയുമല്ല. അതിനകത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളെ പാർട്ടിയാക്കിയിട്ടുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഞാൻ കൺസേൺഡ് പാർട്ടിയല്ല. അതിനിടെ ഹർത്താലിനെ അനുകൂലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. ചർച്ച് ആക്ട് ബിൽ നടപ്പിലാക്കാനുള്ള നീക്കം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി KCBC സംഘം ചർച്ച നടത്തി. ബില്ലുമായി ബന്ധപ്പെട്ട നിയമപരിഷ്കാര കമ്മീഷൻ നീക്കങ്ങൾ സർക്കാരിന്റെ അനുമതിയോടെ അല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് ചർച്ചയ്ക്ക് ശേഷം മാർ ക്ലിമീസ് കാതോലിക്ക ബാവ വ്യക്തമാക്കി. സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വാസത്തിലെടുക്കുന്നു. നിയമപരിഷ്കാര കമ്മീഷൻ തുടർ നടപടിക്കൊരുങ്ങിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നാളെയും മറ്റന്നാളും കോട്ടയത്ത് ചേരാനിരുന്ന നിയമപരിഷ്കാര കമ്മീഷൻ യോഗം മാറ്റിവെച്ചു. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി KT ജലീലിനെതിരെ വിജിലൻസ് അന്വേഷണം ഇല്ലെന്ന് സർക്കാർ. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് KT ജലീലിന്റെ ബന്ധു KT അദീബിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്നാണ് എന്നായിരുന്നു ആരോപണം. ബന്ധുവിന് നിയമനം നൽകാനായി യോഗ്യതാ മാനദണ്ഡം തിരുത്തിയെന്നും ഇത് മന്ത്രി ഇടപെട്ടാണ് എന്നുമായിരുന്നു ആക്ഷേപം. ഈ പരാതിയിലാണ് അന്വേഷണം വേണ്ട എന്നുള്ള സർക്കാർ തീരുമാനം. വേനൽ കടുത്താലും സംസ്ഥാനത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ഭൂഗർഭ ജലവിതാനത്തിൽ കുറവുണ്ടായെങ്കിലും ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. തുലാവർഷം കുറവായിരുന്നെങ്കിലും സംസ്ഥാനത്ത് വരൾച്ചാ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ വേനൽ മറികടക്കാൻ വേണ്ട ജലം സംസ്ഥാനത്തെ ഡാമുകളിലുണ്ട്. അപ്രതീക്ഷിത വരൾച്ചയുണ്ടായാൽ നേരിടാൻ മുൻകരുതലുകളും സ്വീകരിച്ചു തുടങ്ങി. പതിവായി കുടിവെള്ളക്ഷാമമുള്ള മേഖലകളിൽ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കും. വരൾച്ചാ മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. 2017 ഏറ്റവും കൂടുതൽ വരൾച്ച വന്നത്. ആ വരൾച്ച വന്നപ്പോൾ ഓരോ മേഖലയിലും എങ്ങനെ ബാധിച്ചു, കുടിവെള്ളത്തിനെ എങ്ങനെ ബാധിച്ചു, മൃഗങ്ങളെ എങ്ങനെ ബാധിച്ചു, കൃഷിയെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതൊരു അസസ്മെന്റ് നടത്തി വെച്ചിട്ടുണ്ട്. അത് ഇപ്രാവശ്യം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുള്ളതാണ് അതിൽ നിർദ്ദേശിക്കുന്നത്. തുലാവർഷം 15% കുറഞ്ഞ വടക്കൻ ജില്ലകളിൽ ഭൂഗർഭജലം വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേക പരിഗണന നൽകും. കൃഷിക്കും ജലമെത്തിക്കും. നമ്മളിതിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ ഇറിഗേഷൻ കനാൽ എന്നെങ്കിലും അത്യാവശ്യം വേണ്ടവരെങ്കിൽ തുറന്ന് അത് സംരക്ഷിക്കാനുള്ള നടപടിയെടുക്കും. എല്ലാ ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ജനകീയ സമിതികൾ രൂപീകരിച്ച് തുടർ പ്രവർത്തനങ്ങൾ നടത്താനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. തെന്മലയിലെ വിവാദ എസ്റ്റേറ്റുകളിൽ നിന്ന് കരം സ്വീകരിച്ച നടപടിയിൽ കൊല്ലം ജില്ലാ കളക്ടർക്കെതിരെ വിജിലൻസ് അന്വേഷണം. ജില്ലാ കളക്ടർ അനാവശ്യ തിടുക്കം കാട്ടിയെന്ന പരാതിയിൽ പ്രത്യേക സെൽ അന്വേഷണം നടത്തും. പ്രാഥമിക പരിശോധന നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. ആര്യങ്കാവ് വില്ലേജിലെ പ്രിയ എസ്റ്റേറ്റ്, ഹാരിസൺ മലയാളം കൈമാറ്റം ചെയ്ത തെന്മല വില്ലേജിലെ റിയ എസ്റ്റേറ്റ് എന്നിവയുടെ കരമാണ് സ്വീകരിച്ചത്. ഇത് രണ്ടും സർക്കാരിന്റെ ഭൂമിയെന്നാണ് രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ ഇവരിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. നയപരമായ തീരുമാനമെടുക്കുന്നതുവരെ ഭൂമിയുടെ നികുതി സ്വീകരിക്കേണ്ടെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇത് മറികടന്ന് കരം സ്വീകരിക്കാൻ അപേക്ഷ ലഭിച്ച് ഒരു ദിവസം കൊണ്ട് ജില്ലാ കളക്ടർ തീരുമാനമെടുത്തുവെന്നാണ് ആക്ഷേപം. അപേക്ഷയിൽ ഡോക്ടർ S കാർത്തികേയൻ അനാവശ്യ തിടുക്കം കാട്ടിയെന്നും ഇത് സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമാണെന്നും ഭൂസംരക്ഷണ സമിതി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. പരാതിയിന്മേൽ പ്രാഥമിക പരിശോധനയ്ക്കായി വിജിലൻസ് കൊല്ലം യൂണിറ്റ് പ്രത്യേക സെല്ലിനെ ചുമതലപ്പെടുത്തി. കൊല്ലം ജില്ലാ കളക്ടർക്കെതിരെ പ്രാഥമികമായ അന്വേഷണമാണ് വിജിലൻസിന്റെ പ്രത്യേക സെൽ നടത്തുന്നത്. 2 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18.